ടി.പി. കേസിൽ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ജ്യോതി ബാബുവിന്റെ അസുഖം, ചികിത്സ തുടങ്ങിയ വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് കോടതി. അതേസമയം സംസ്ഥാന സർക്കാരും ഹർജിക്കാരും തമ്മിൽ ഒത്തുകളിക്കുന്നുവെന്ന് കെ രമയുടെ അഭിഭാഷകൻ പ്രതികരിച്ചു. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലു, നേരത്തെ തന്നെ ഈ ടി.പി. വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നതിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്ത് എങ്ങനെ ഇത്രമാത്രം പരോൾ കിട്ടുന്നു എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സുപ്രീം കോടതി എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? എന്താണ് കോടതി ചോദിക്കുന്നത്? അക്ഷയ, ഇന്ന് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവിന്റെ ജാമ്യ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നത്. ജസ്റ്റിസുമാരായ ദിബാങ്കർ ദത്തയും എസ്.സി. ശർമ്മയും അടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചിരുന്നത്. ഇന്നും ഈ ടി.പി. ചന്ദ്രശേഖരന്റെ വിധവയായ കെ രമയും അതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ കെ രമയുടെ അഭിഭാഷകനും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദം ഇന്ന് കോടതിയിലുണ്ടായി. ഈ സംസ്ഥാന സർക്കാരും ഈ ടി.പി. കേസിലെ കുറ്റവാളികളും തമ്മിൽ ഒത്തുകളിക്കുകയാണ് എന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി കെ രമയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ബസന്ത് ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഈ ജ്യോതി ബാബുവിന്റെ ജാമ്യത്തെ പോലും ഈ സംസ്ഥാന സർക്കാർ എതിർക്കുന്നില്ല. സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യത്തിൽ പ്രോസിക്യൂട്ടറായുള്ളത്. അവർ അതിനെ എതിർക്കുക പോലും ചെയ്യുന്നില്ല. ഇതിലൊരു സത്യവാങ്മൂലം പോലും സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്യുന്നില്ല എന്ന ഗുരുതരമായ ആരോപണവും ഈ കെ രമയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകനായ പി.വി. ദിനേശ് ഈ കെ രമ രാഷ്ട്രീയക്കാരാണെന്നും രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും ഗാലറിക്ക് വേണ്ടിയുള്ള കളിയാണ് ഇപ്പോൾ കെ രമ നടത്തുന്നതെന്നുമുള്ള ആരോപണമായിരുന്നു കോടതിയിൽ ഉന്നയിച്ചത്. തുടർന്നാണ് കോടതി ഈ ജ്യോതി ബാബുവിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സംസ്ഥാന സർക്കാരിനോട് ഇന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്യണം. ആ സത്യവാങ്മൂലത്തിൽ ജ്യോതി ബാബുവിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി, അദ്ദേഹത്തിന്റെ ചികിത്സ, അദ്ദേഹത്തിന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ വേണമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തണമെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തിന് ശേഷം ഈ ജ്യോതി ബാബുവിന്റെ ഹർജി വീണ്ടും പരിഗണിക്കുവാനാണ് ഇന്ന് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്.